എന്താ അവിടെ നിന്ന് കളഞ്ഞത്? വരണം. ഇതാരുടെ വീടാ സാറേ? എന്റെ വീട് തന്നെ. എന്താ പരിചയമുണ്ടോ? ഞാനങ്ങും വന്നിട്ടില്ല. അല്ല, സാറ് ഹിന്ദുവാണോ? ആണല്ലോ. അയ്യോ സാറേ, ഞാൻ ഞങ്ങളുടെ സ്വജാതിയുടെ വീട്ടിലേ താമസിക്കത്തുള്ളൂ. അന്യജാതിയുടെ വീട്ടിൽ താമസിക്കത്തില്ല. വരട്ടെ സാറേ. ഏമാനെ, കടുവായെ കിടുവാ പിടിച്ചു എന്ന് പറഞ്ഞ ഇതാണ്. ഇവൾ ഏമാനെയും പിടിച്ചോ? ഇവളാണ് ഏമാന്റെ പാത്രം കടിച്ചോണ്ട് പോയ പാത്തുമ്മ. ഇന്നിവൾ സാറാമ്മയാണ്. ഏമാൻ എവിടെയും കൊണ്ടുവരുന്നത് കണ്ടോണ്ട് ഞങ്ങൾ പുറകെ പോന്ന. ഇവൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എടേ ഭാര്യയെ, വരുന്നു. ഇവളാണ് ഇവിടെ വന്ന് നിന്റെ പാത്രം അടിച്ചോണ്ട് പോയ യക്ഷി. ഇവള് കൊള്ളാമല്ലോ. എടേ, ജീവൻ വേണമെങ്കിൽ സത്യം പറയണം. എന്താണ് നിന്റെ പേര്? സാറാമ്മ. അപ്പൊ പാത്തുമ്മയോ? അത് ഞാനല്ല. ഇവളോട് ഇങ്ങനൊന്നും ചോദിച്ചാൽ ഇവള് ഉത്തരം പറയത്തില്ല. കുറിപ്പേ, ഉത്തരവ് അകത്ത് അളമാരിക്കാത്തിരിക്കുന്ന കോപ്പി കേൾക്കുക. അയ്യോ യമാനെ, അത് വേണ്ട, ഞാൻ സത്യം പറഞ്ഞേക്കാം. അങ്ങനെ നേരെ വാ. നീ തങ്കമണിയല്ലേ? റെസ്ക്യൂ ഹോമിൽ നിന്ന് ചാടിപ്പോയ തങ്കമണി. നീ തങ്കമണിയല്ലേ എന്നാണ് ചോദിച്ചത്. എല്ലാം അറിഞ്ഞിരുന്നുണ്ട്. എന്തൊരു ചോദ്യവാ. വാ, തങ്കമണി തന്നെ. എന്തൊരു വേണം? നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒലക്കയുടെ മൂട്. വാ പോകാൻ. ജീപ്പ് വിളി. ജീപ്പോ? എന്താ കണ്ടിട്ടില്ലേ? എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ജീപ്പിലേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ വിളി. പിന്നെ കുറെ പുളിക്കും. എന്റെ ശരീരത്തിലെങ്ങാനും തൊട്ടാൻ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്നെ കൊണ്ടുപോകണോ? ജീപ്പുമായിട്ട് പെമ്പോലീസ് വരണം. യെസ്, ഡോക്ടർ രാജേന്ദ്രൻ ഹിയർ. ഞാൻ സോമരാജ്. ഡോക്ടർ മുഖത്ത് നോക്കി വിടതെന്ന് വിളിച്ചിട്ടും മിണ്ടാതെ പോകുന്ന മനുഷ്യൻ. നിങ്ങൾക്ക് എന്ത് വേണം? ഒന്നും വേണ്ട, ഒരു വിവരം അറിയിക്കാൻ വിളിച്ചതാ. നിങ്ങളുടെ പ്രാണനാണെന്ന് പറഞ്ഞ സഹോദരി ഉണ്ടല്ലോ, ശ്രീദേവി, അവളെ ഞാൻ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മീ. എനിക്ക് അസാധ്യമായി. ഈ ഭൂമുഖത്തൊന്നും തന്നെ ഇല്ല. വിശ്വാസമില്ലെങ്കിൽ നിന്റെ അനിയത്തി കിടന്ന് വിളിക്കുന്നൊന്ന് കേട്ടുകൊള്ളൂ. ഈ ദുഷ്ടൻ എന്നെ ചതിച്ചിവിടെ കൊണ്ടുവന്ന് മുറിയിലടച്ചിരിക്കുകയാണ്. God is far away. ദൈവം വളരെ ദൂരെയാണ് ഡോക്ടർ. ഗുഡ് ബൈ. ഹലോ ഹലോ ഹലോ, യു ബ്ലഡി റാസ്കൽ. ഈശ്വരനെ വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. നിൽക്കണേ, സോമരാജന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കുള്ള വഴിയതാ. ഇതിലെ ഇടത്തോട്ട് പോയാൽ മതി.
ഡോക്ടർ? എല്ലാം പിന്നെ പറയാം ഡോക്ടർ. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ശ്രീദേവി, ഇതാ വെള്ളം കുടിക്കൂ. എന്താ ഡോക്ടർ, എന്താ ഉണ്ടായത്? എല്ലാം ഞാൻ പറയാം ഡോക്ടർ. പക്ഷേ മറ്റാരോടും ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇല്ല ഡോക്ടർ, ഞാൻ പറയില്ല. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും പറയില്ല. എനിക്ക് വേണ്ടിയല്ല, എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഉറപ്പ് ഞാൻ ആവശ്യപ്പെട്ടത്. ഡോക്ടർ, ഞാൻ ശ്രീദേവിയെ നിങ്ങളെ ഏൽപ്പിക്കാൻ വന്നതാണ്. ഞാൻ സോമരാജനെ വെടിവെച്ച് കൊന്നു. വരൂ, ഞാനെല്ലാം പറയാം. കഴിച്ചോ മാധവിയമ്മേ? പാല് കൊടുത്തിട്ട് കുടിച്ചില്ല. ശ്രീദേവി, വിശക്കുന്നില്ലേ? കുറച്ച് പാലെങ്കിലും കഴിക്കണ്ടേ? സ്പൂണിൽ കുറേശ്ശെ കോരി കൊടുത്തു നോക്കൂ, ചിലപ്പോ കഴിച്ചേക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഡോക്ടർ രാജേന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു കൊലക്കേസ് പ്രതിയാണെന്നുള്ളവരെ അറിഞ്ഞിരിക്കുമല്ലോ. അറിയാം. ഡോക്ടർ രാജേന്ദ്രന്റെ സഹോദരിയല്ലേ ഇത്? അതെ. ഇവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ്. കാര്യം? അവർക്ക് പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു. സഹോദരൻ കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ എന്തോ ഷോക്കാണെന്ന് തോന്നുന്നു. എനിക്ക് അവരെ ഒന്ന് ചോദ്യം ചെയ്യണമല്ലോ. ഐ ആം വെരി സോറി ഇൻസ്പെക്ടർ. അവരുടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്. ഈ നിലയിൽ അവരെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? സുഖമായാലുടൻ ഞാൻ അവരെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരാം. താങ്ക് യു ഡോക്ടർ. ഇവരെ എന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയാമോ? നോ. സ്നേഹപൂർവ്വമുള്ള ശുശ്രൂഷ കൊണ്ടേ ഇവരെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അതിനൊരു തീയതി നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ രാജേന്ദ്രൻ അങ്ങയുടെ സുഹൃത്താണ് അല്ലേ? അതെ, വളരെ അടുത്ത സുഹൃത്ത്. അദ്ദേഹം ഇപ്പോൾ എവിടെ ഉണ്ടെന്നറിയാമോ? അറിയാമെന്നോ അറിയാമെങ്കിൽ തന്നെ പറയില്ലെന്നോ? എങ്ങനെ ധരിച്ചാലും തിരക്കിടില്ല. ഏതായാലും ഒരു കുറ്റവാളിയെ അന്വേഷിക്കേണ്ടത് രോഗിയുടെ മുറിയിൽ വെച്ചിട്ട്. ഓൾറൈറ്റ്, ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിച്ചെന്നിരിക്കും. ക്ഷമിക്കുകയെന്ന് വൃത്തിയുള്ളൂ. വരട്ടെ. ഓക്കെ. മാധവമ്മേ, പാലെടുത്തോണ്ട് വരും. ശ്രീദേവി, ശ്രീദേവി. ഞാൻ തന്നെ മോഹൻകുമാർ. എന്റെ അനുസരിച്ച് എങ്ങനെ ഇരിക്കുന്നു? ക്ഷമിക്കണം ഡോക്ടർ. വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. പക്ഷേ ശ്രീദേവി ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. ഡോക്ടർ, ശ്രീദേവി, ശ്രീദേവി, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ രാജ്യത്തിനാണ്. നീ എന്താണ് മിണ്ടാത്തത്? ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും ഇരിപ്പാൻ. ആരെങ്കിലും മാറ്റിയിരുത്തിയാൽ അവിടെ ഇരിക്കും. ഈശ്വര, എന്റെ അഞ്ചെത്തി നീ എന്തിനിങ്ങനെ ശിക്ഷിക്കും? ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങ് ഒരിക്കലും മനോധൈര്യം കൈവിടില്ല. അങ്ങൊരു വലിയ ഡോക്ടർ. പക്ഷേ എന്റെ കൊച്ചനിയത്തിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ചേട്ടൻ മാത്രമാണ്. ഇവരുടെ പ്രാണനാണ് ഡോക്ടർ. ഇവരുടെ ഇങ്ങനെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ എന്തിന് ജീവിക്കണം ഡോക്ടർ? ഡോക്ടർ, ഡോക്ടർ, എന്റെ അഞ്ചിയോട് എന്നെ ഒന്ന് ചേട്ടാന്ന് വിളിക്കാൻ പറയൂ ഡോക്ടർ. അവരുടെ സത്യം ഞാൻ ഒന്ന് കേട്ടുകൊടുട്ടെ ഡോക്ടർ. ഡോക്ടർ പറയൂ ഡോക്ടർ, പ്ലീസ്, പ്ലീസ് ഡോക്ടർ, പ്ലീസ്. ഡോക്ടർ പ്ലീസ്, അങ്ങനെ കൊലക്കേസിൽപ്പെട്ടിരിക്കുക.
ഈ വീടിനെ കുറിച്ച് പോലീസിന് സംശയവും ഏത് സമയത്തും പോലീസ് ഇവിടെ വരാമോ? വരട്ടെ, പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് തൂക്കിക്കൊല്ലട്ടെ. എന്റെ അഞ്ചിന്റെ ഇങ്ങനെ കണ്ടുകൊണ്ട് എനിക്കിനി ജീവിക്കണം ഡോക്ടർ. മരണം കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെടട്ടെ. അങ്ങ് എല്ലാ നിലയിലും എന്നെക്കാൾ എത്രയോ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്ടെന്നുണ്ടായ വിഭ്രാന്തി കൊണ്ട് അങ്ങ് പോലീസിൽ പിടികൊടുക്കുന്നു. ഈ നിലയിൽ കഴിയുന്ന ശ്രീദേവിയുടെ ഭാവി ക്ഷമിക്കണം മോഹൻകുമാർ. എന്റെ അഞ്ചിന്റെ നില കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഞാനങ്ങനെ മറക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും എന്റെ അഞ്ചിനെ രക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ ജീവിക്കണം. ഒരിക്കലും ഞാൻ പോലീസിൽ പിടികൊടുക്കാൻ പാടില്ല. ഡോക്ടർ, ഡോക്ടർ,